അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ഇൻ്റഗ്രേഷൻ 2 എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മിസ്സിന് എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി അല്ലേ? നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതില് ഭാഗത്തോളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ മലയാളം ടോപ്പിക് നിന്നാണ്. ആകെ ഒരു മാത്സ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും മിസ് ഇന്നലെ പായസത്തിന്റെ ഒരു കണക്ക് വെച്ചിട്ട് അതേ ടൈപ്പ് കണക്ക് നമ്മൾ ഇന്നലെ ചെയ്തതായിരുന്നു അല്ലെ. അപ്പൊ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കഥ എഴുതാം എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻ്റഗ്രേഷൻ 1 ലാവണ്യക്കുട്ടിനെ പരിചയപ്പെട്ടതാണ് സംഭാഷണത്തിലൊക്കെ അല്ലേ. അപ്പോൾ ലാവണ്യയുടെ കഥാപുസ്തകത്തിൻ്റെ കവർ പേജ് നോക്കൂ. ചിത്രം നോക്കി കഥ എഴുതൂ. അനുയോജ്യമായ തലക്കെട്ട് നൽകണം. അപ്പോൾ കഥ എഴുതാൻ വേണ്ടി എൻ്റെ മക്കൾക്ക് മിസ് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നേ? മാവ്, ഒരു വലിയൊരു മാവുണ്ട്. മാവ് നിറയെ മാമ്പഴങ്ങളുണ്ട്. കുറേ കൂട്ടുകാരുണ്ട്. ഇവിടെ ഒരു പൂച്ചയുണ്ട്, ഉറുമ്പുണ്ട്, ഒരു പരുന്തുണ്ട്, അണ്ണാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് ഒരു കഥ എഴുതാം. അപ്പം മിസ് ഇവിടെ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നില്ല കേട്ടോ. ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ രസകരമായിട്ടുള്ള കുറച്ച് വരിയിലൊരു കഥ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പം മിസ് എഴുതിയിട്ടുള്ള ടൈറ്റിൽ എന്താണ്? ചക്കരമാവും കൂട്ടുകാരും. ഒരു മുത്തശ്ശി മാവ്. മാവ് നിറയെ മാമ്പഴം. മാവിൻ്റെ കൊമ്പിൽ കുഞ്ഞിക്കിളി കൂട് കൂട്ടിയിട്ടുണ്ട്. മാമ്പഴക്കാലമായാൽ കുട്ടികളുടെ ബഹളമായിരിക്കും. കിങ്ങിണി പൂച്ചയ്ക്ക് തണലായും ചക്കിപ്പരുന്തിന് വീടൊരുക്കിയും മുത്തശ്ശിമാവ് പടർന്നു പന്തലിച്ചു നിന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു മാതൃക മാത്രമാണ്. അപ്പം എൻ്റെ മക്കൾക്ക് അറിയുന്ന പോലെ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. മാച്ച് ചെയ്യാനാണ്, അതായത് വരച്ച് യോജിപ്പിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലാവണ്യയുടെ പുസ്തകത്തിലെ ചിത്രത്തിന് അനുയോജ്യമായ സൂചനകൾ കളങ്ങളിൽ നിന്ന് കണ്ടെത്തി വരച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇരുചക്രമുള്ള എനിക്ക് ഇന്ധനം ആവശ്യമില്ല. അപ്പോൾ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ആരെവിടെ ഉള്ളത്? നമ്മുടെ സൈക്കിളാണ് അല്ലേ. അപ്പോൾ സൈക്കിളാണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. ഇനി ശ്രദ്ധിക്കുക, സ്കൂൾ അടുത്തുണ്ട്. അതിൻ്റെ ബോർഡാണല്ലോ ഇത്. ഇല്ല, റോഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കാനുള്ള ഇടം. ഇതാണ് നമ്മുടെ സീബ്ര ക്രോസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ. വായുവിലൂടെ സഞ്ചരിക്കുന്ന എനിക്ക് ഇന്ധനം ആവശ്യമാണ്. വായുവിലൂടെ പോകുന്ന വാഹനം ഏതാ മക്കളെ? വിമാനമാണ് അല്ലേ. അപ്പോൾ വിമാനത്തിലോട്ട് മാർക്ക് ചെയ്യുക. ഇനി നിർത്തുക, തയ്യാറാവുക, പോവുക. നമ്മുടെ ട്രാഫിക് സിഗ്നലാണ്. അപ്പോൾ ഒന്നാമത്തേലോട്ട് മാച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആൻസർ വരിക. അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് എന്ന് മിസ്സിന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം നമ്മുടെ മലയാളത്തിൽ നിന്നൊരു ചോദ്യമാണ്. സ്കൂൾ തോട്ടത്തിലെത്തിയ ലാവണ്യയും കൂട്ടുകാരും വാടിയ ചെടികൾ ശ്രദ്ധിച്ചു. ബക്കറ്റിൽ വെള്ളമെടുത്തു, ചെടികൾ നനച്ചു. ജലത്തിൻ്റെ മറ്റു ഉപയോഗങ്ങൾ എഴുതുക. ഇത് കൃത്യമായിട്ട് ഇന്നലത്തെ രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കുടിക്കാൻ, കുളിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, തുണി അലക്കാൻ, കൃഷി ആവശ്യത്തിന്, വ്യവസായത്തിന്. അപ്പോൾ ഇങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട്. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങളൊരു 3-4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി അടുത്ത മാത്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ മാത്സിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിൽഡ്രൻ were tired after working in the garden. അതായത് പൂന്തോട്ടത്തിലൊക്കെ കളിച്ച് എല്ലാവരും ടയേർഡായി. ദ ടീച്ചർ ഗേവ് ദം ലൈം ജ്യൂസ് ആൻഡ് ബട്ടർ മിൽക്ക്. എന്ത് ചെയ്തു? അവർക്ക് ലൈം ജ്യൂസ്, സംഭാരം, അതേപോലെ തന്നെ ലൈം ജ്യൂസും ബട്ടർ മിൽക്കും ഒക്കെ കൊടുത്തു. There were 29 boys and 33 girls. 29 ആൺകുട്ടികളും 33 പെൺകുട്ടികളുണ്ട്. അതിൽ 34 ചിൽഡ്രൻ ഡ്രാങ്ക് ലൈം ജ്യൂസ്. ലൈം ജ്യൂസ് എത്ര പേരാ കുടിച്ചത്? 34 സ്റ്റുഡൻസ്. ആൻഡ് റിമൈനിങ് ചിൽഡ്രൻ ഡ്രാങ്ക് ബട്ടർ മിൽക്ക്. ബട്ടർ മിൽക്ക് എത്ര പേരാ കുടിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കളെ, ടോട്ടൽ എത്ര കുട്ടികളാ? 33 ബോയ്സും 29 ഗേൾസും ഉണ്ട് അല്ലെ. 33 ഗേൾസും 29 ബോയ്സും. അപ്പൊ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 62, 62. ഇനി ലൈം ജ്യൂസ് കുടിച്ച ആൾക്കാർ ഇതാ കുട്ടികളെ 34 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ എഴുതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബട്ടർ മിൽക്ക് കുടിച്ചവർ എത്രയായിരിക്കും? ആകെ 62 പേരുണ്ട്. അതിൽ 34 പേര് ലൈം ജ്യൂസ് കുടിച്ചു. ഇപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നോക്കിയാൽ മതി. 62 - 34 ചെയ്താൽ നമുക്ക് 28 കിട്ടും. ഇനി നമ്പർ ഓഫ് മോർ ചിൽഡ്രൻ ഹു ഡ്രാങ്ക് ബട്ടർ മിൽക്ക് ദാൻ ലൈം ജ്യൂസ്. ലൈം ജ്യൂസിനേക്കാൾ എത്ര കുട്ടികൾ കൂടുതലാണ് ബട്ടർ മിൽക്ക് കുടിച്ചത്? അപ്പം സംഭാരം കുടിച്ചത് ലൈം ജ്യൂസ് കുടിച്ചത് 34,
സംഭാരം കുടിച്ചത് 28 അപ്പൊ 34 - 28 എത്ര കിട്ടും? 6. 6 കുട്ടികളാണ് കൂടുതലായിട്ട് കുടിച്ചിട്ടുള്ളത്. അതെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കൂളിലെ വിളവെടുപ്പ് ഉത്സവം 2025 ഫെബ്രുവരി 8 ശനിയാഴ്ചയാണ്. അതിനെല്ലാവരെയും ക്ഷണിക്കാനുള്ള ഒരു കത്ത് തയ്യാറാക്കുക. ഇത് നമ്മുടെ അറ്റാച്ച്ഡ് സ്കൂൾസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇന്റഗ്രേഷൻ 1-ൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ക്ഷണക്കത്ത് തയ്യാറാക്കാൻ. അപ്പോൾ ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കേണ്ട ഫോർമാറ്റൊക്കെ കൃത്യമായിട്ട് എൻ്റെ മക്കൾക്ക് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം മിസ് ഇത് ഇവിടെ ഇങ്ങനെ എന്തെഴുതാം? കുന്നുകാട് LP സ്കൂൾ നടക്കുന്ന വിളവെടുപ്പ് ഉത്സവത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ നിങ്ങൾ പ്രത്യേകം എന്തെഴുതണം? തീയതി എഴുതണം, സമയം എഴുതണം, സ്ഥലം എഴുതണം. അപ്പോൾ തീയതി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, എന്നാണ്? ഫെബ്രുവരി 8 ശനിയാഴ്ച എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുക. സമയം എപ്പോഴാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. തരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള സമയം. അപ്പൊ രാവിലെ അല്ലേ നല്ലത്? അപ്പൊ രാവിലെ ഒരു 10 മണി. രാത്രി എഴുതരുത് കേട്ടോ. രാത്രി 8 മണി 9 മണി ഒന്നും എഴുതരുത്. ഇനി സ്ഥലം സ്കൂൾ മൈതാനം എന്ന് മിസ് കൊടുത്തു. പിന്നെ എന്താണ് സംഭവം? എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ എഴുതാം. അതിന് അവസാനം സ്നേഹത്തോടെ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ സ്കൂൾ ലീഡറിനോ അങ്ങനെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ മാർക്ക് കിട്ടും കേട്ടോ. സോ ഇത്രയാണ് മക്കളെ നമ്മുടെ ഇന്റഗ്രേഷൻ ഡേ 2 ചോദിച്ചിട്ടുള്ളത്. സോ അതേപോലെ തന്നെ നമ്മുടെ ഇന്റഗ്രേഷൻ 3യും നമുക്ക് സെറ്റ് ആക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇന്ന് കറക്റ്റ് 7:30 ആകുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ വരാം. നമ്മൾ അടിപൊളിയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു തരും കേട്ടോ. അടിച്ചു പൊളിച്ച് എഴുതാം. യെസ്. അപ്പൊ ഇന്റഗ്രേഷൻ 2 എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും കമന്റ്സിലൂടെ അറിയിക്കുക. ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റിയിരിക്കുമെന്ന് 100% ടീച്ചേഴ്സിന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇനി വരുന്ന എക്സാം നമ്മൾ അടിപൊളിയാക്കും. അപ്പൊ ഇന്ന് കറക്റ്റ് 7:00 കാണാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.